നമസ്കാരം. ഇറാൻ വിഷയത്തിൽ തനിക്കെതിരെ നിലപാടെടുത്ത മാർപ്പാപ്പയ്ക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ചൊവ്വാഴ്ച രാത്രി വൈകി തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് മാർപ്പാപ്പയ്ക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഇറാനിലെ ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തെ മാർപ്പാപ്പ പരസ്യമായി എതിർത്തതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാതെ സഭയുടെ കാര്യങ്ങൾ മാത്രം നോക്കി അമേരിക്കൻ വംശജനായ ഈ മാർപ്പാപ്പ ഒതുങ്ങിക്കൂടണമെന്ന് ട്രംപ് തന്റെ പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ മാത്രം ഇറാനിൽ 42,000 നിരപരാധികളായ പ്രക്ഷോഭകർ കൊല്ലപ്പെട്ടുവെന്നും ഇറാൻ ആണവായുധം കൈവശം വയ്ക്കുന്ന ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ട്രംപ് കുറിച്ചു. ഈ യാഥാർത്ഥ്യങ്ങൾ ആരെങ്കിലും മാർപ്പാപ്പയെ ബോധ്യപ്പെടുത്തണമെന്ന പരിഹാസവും ട്രംപ് ഉയർത്തുകയുണ്ടായി. എന്തായാലും മുൻപും ട്രംപ് മാർപ്പാപ്പയ്ക്കെതിരെ പരസ്യമായി പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. ഈ ഘട്ടത്തിൽ കുറച്ചുകൂടി രൂക്ഷമായ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. ഇറാനിൽ സാധാരണക്കാർ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാനാവില്ല എന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത്. മാത്രമല്ല, അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ ഇറാൻ പാലിക്കും വരെ യുദ്ധം തുടരുമെന്ന സൂചനയും അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലുണ്ട്. അതേസമയം ഇറാനെതിരായ സൈനിക നടപടികൾ അമേരിക്ക കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക പൂർണ്ണമായി ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇറാനിലേക്കും തിരിച്ചുമുള്ള എല്ലാ വ്യാപാര നീക്കങ്ങളും തടഞ്ഞതായി US സെൻട്രൽ കമാൻഡ് മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പർ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച കപ്പലുകളെ അമേരിക്കൻ നാവികസേന തിരിച്ചയച്ചു. ഷാങ്ഹായ് സ്വാൻടൺ ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള റിച്ച് സ്റ്റാർ എന്ന ചൈനീസ് ടാങ്കർ ഇതിന് പ്രധാനമാണ്. ഇറാനിയൻ ക്രൂഡ് ഓയിൽ കടത്താൻ ഉപയോഗിച്ചതിന് ഈ കപ്പലിന് മേൽ മുൻപ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ ശ്രമിച്ച ഈ കപ്പൽ അമേരിക്കൻ സൈന്യത്തിന്റെ ഇടപെടലിനെ തുടർന്ന് യു-ടേൺ എടുത്ത് മടങ്ങാൻ നിർബന്ധിതമായി. മെഥനോൾ കയറ്റിയ കപ്പൽ UAE ഹരിയം നിന്നാണ് യാത്ര തിരിച്ചിരിക്കുന്നത്. ഇതിന് സമാനമായി ഇറാൻ ബന്ധമുള്ള ക്രിസ്ത്യാന എന്ന മറ്റൊരു കപ്പലും കടലിടുക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും സൈനിക സമ്മർദ്ദത്തെ തുടർന്ന് പിന്തിരിയുകയായിരുന്നു. ഇത്തരത്തിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുമ്പോഴും സമാധാനത്തിനുള്ള ചർച്ചകൾക്ക് അമേരിക്ക വഴി തുറന്നിടുന്നുണ്ട്. ഇറാനിയൻ പ്രതിനിധികളുമായി പാകിസ്ഥാനിൽ വെച്ച് 2ാം ഘട്ട ചർച്ചകൾ നടത്താൻ അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ വാരാന്ത്യത്തിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടെങ്കിലും സമാധാന കരാറിനുള്ള ശ്രമങ്ങൾ വാൻസ് തുടരുകയാണ്. 2 ആഴ്ചത്തെ വെടിനിർത്തൽ ഇരുപക്ഷവും സമ്മതിച്ചിട്ടുണ്ടെങ്കിലും 20 വർഷത്തേക്ക് യുറേനിയം സമ്പുഷ്ടമാക്കാൻ അനുവദിക്കണമെന്ന ഇറാന്റെ കർക്കശമായ ആവശ്യം മുൻപത്തെ ചർച്ചകൾ പരാജയപ്പെടാൻ കാരണമായതായി പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, മരുമകൻ ജാരഡ് കുഷ്ണർ എന്നിവരും JD വാൻസിനൊപ്പം ഈ നയതന്ത്ര നീക്കങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. ഗൾഫ് മേഖലയിൽ കടുത്ത അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ നടക്കാൻ പോകുന്ന ഈ ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമാണ് അന്താരാഷ്ട്ര സമൂഹം കൽപ്പിക്കുന്നത്. സൈനിക ഉപരോധം ഒരു വശത്ത് കർശനമാകുമ്പോൾ തന്നെ നയതന്ത്ര ചർച്ചകളിലൂടെ ഇറാനെ വരുതിയിലാക്കാനാണ് അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്നാൽ മാർപ്പാപ്പയെ പോലുള്ള ആഗോള നേതാക്കളുടെ വിമർശനങ്ങളും ആഭ്യന്തര പ്രക്ഷോഭങ്ങളും അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുണ്ട്.